ഏകീകൃത സൈനിക കമാൻഡിനായി ചട്ടങ്ങൾ പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ഇന്റർ സർവീസസ് ഓർഗനൈസേഷൻസ് ആക്ട് 2023 ചട്ടങ്ങളാണ് വിജ്ഞാപനം ചെയ്തത്. സായുധ സേനകൾക്കിടയിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? അനുജ, ഇന്ത്യൻ സർവീസസ് ഓർഗനൈസേഷൻ ആക്ട് 2023 ചട്ടങ്ങളാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. 2023 ഓഗസ്റ്റിലാണ് ഈ നിയമം പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയിരുന്നത്. മൂന്ന് സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം അത് ശക്തിപ്പെടുത്താൻ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചതും പിന്നീട് അതിനായുള്ള നിർമ്മാണം നടത്തിയതും ഇത് പ്രാവർത്തിക തലത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. നേരത്തെ ബിപിൻ റാവത്ത് സംയുക്ത സൈനിക മേധാവിയായിരുന്ന ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ ചൈനയിലെ തിയേറ്റർ കമാൻഡ് മാതൃകയിൽ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കമാൻഡ് മൂന്ന് സേനാ വിഭാഗങ്ങൾക്കും സംയുക്തമായി കൊണ്ട് വേണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതും അത് അംഗീകരിച്ചുകൊണ്ട് അതിനായുള്ള നിയമനിർമ്മാണം നടത്തിയതും ഇതിനായുള്ള ചട്ടങ്ങളാണ് ഇപ്പോൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്.